നമസ്കാരം. മത്സ്യത്തൊഴിലാളികളെ പോർട്ടിനെതിരെ തിരിച്ചുവിടാൻ നടത്തുന്ന ചില ശ്രമങ്ങൾക്ക് വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു കൗണ്ടർ സമീപനമാണ് സർക്കാർ ഈ അവസരത്തിൽ സ്വീകരിക്കേണ്ടത്. ശലിംഗം ആരംഭിക്കുന്നു. തുറമുഖത്തിന് വേണ്ടിയുള്ള ദീർഘനാളായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി പല മത്സ്യത്തൊഴിലാളികളുമായിട്ട് നേരിട്ട് സംസാരിക്കുവാനും അവരുടെ മനസ്സിലുള്ള വികാരങ്ങൾ എന്താണെന്ന് ഗ്രഹിക്കുവാനും ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു ഗ്രാമത്തെ നമുക്കറിയാലോ, ചില ഗ്രാമങ്ങളിൽ ചില പ്രധാനപ്പെട്ട ഗ്രാമത്തെ നയിക്കുന്ന ചില ആളുകളുണ്ട്. അത്തരം ആളുകളൊക്കെ തുറമുഖത്തിന് അനുകൂലമായിരുന്നു. കാരണം അവർ ലോകം കണ്ടിട്ടുള്ള ആളുകളാണ്. ഇന്ത്യയിലെ ചില തുറമുഖ നഗരങ്ങൾ, ദുബായ്, അബുദാബി, ഇവിടെയൊക്കെ പോകാൻ ഇടവന്നിട്ടുള്ള മത്സ്യമേഖലയിലെ തന്നെ ആളുകൾ ഈ തുറമുഖത്തിന്റെ ആവശ്യകത ഊന്നി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ പ്രചരണങ്ങളിൽ അവർ സധൈര്യം മുന്നോട്ട് വന്ന് പങ്കെടുത്തിട്ടുമുണ്ട്. ഇപ്പൊ ചില ആളുകൾ അവരെ വീണ്ടും കുത്തിത്തീർപ്പുണ്ടാക്കി പോർട്ടിനെതിരെ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ കൃത്യമായും ഈ പോർട്ട് അവർക്ക് ഡയറക്റ്റ് ആയിട്ട് ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന തരത്തിലാണ് അതിന്റെ ഡിസൈൻ. അങ്ങനെയാണ്, അതിന്റെ കമ്പോണൻസ് അങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. പക്ഷേ നിർഭാഗ്യവശാൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സർക്കാരിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ഇവിടെ നിന്നൊരു കപ്പൽ 27/3 ഇക്കഴിഞ്ഞ 3 ദിവസം മുമ്പ് നമ്മുടെ തുറമുഖത്ത് നിന്ന് ബുസാനിലോട്ട് പോയി, കൊറിയയിലെ ബുസാനിലോട്ട് പോയി. MSC മിലാൻ നേരത്തെയും ബുസാനിലോട്ട് പോയിട്ടുണ്ട്. പക്ഷെ ഈ വർഷം, ഈ കലണ്ടർ ഇയറിൽ ആദ്യമായിട്ടാണ് ഒരു കപ്പൽ നേരിട്ട് ബുസാനിലോട്ട് പോകുന്നത്. 11 ദിവസമാണ് വേണ്ടി വരുന്നത്. ഈ യാത്രയുടെ ദൂരമോ അല്ലെങ്കിൽ ഈ പോർട്ടിന്റെ പ്രത്യേകതയോ അല്ല വിഷയം. അവിടെ ബുസാൻ തുറമുഖത്ത് ഒരു പുതിയ പരീക്ഷണം നടത്തുകയാണ്. അതിലെ പ്രധാന നായകൻ വൺ എന്ന് പറയുന്ന കപ്പൽ കമ്പനിയാണ്. വൺ എന്ന് പറയുന്ന കപ്പൽ കമ്പനി നമ്മുടെ തുറമുഖത്തിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഫൈനൽ സ്റ്റേജ് ആയപ്പോൾ തന്നെ നേരിട്ട് സന്ദർശിച്ച ഒരു കപ്പൽ കമ്പനിയാണ്. ഓഷ്യൻ നെറ്റ്വർക്ക് എക്സ്പ്രസ് അതാണ് വൺ. ഓഷ്യൻ നെറ്റ്വർക്ക് എക്സ്പ്രസ് ഈസ് ദി വേൾഡ് 6th ലാർജസ്റ്റ് കണ്ടെയ്നർ ലൈനർ ഷിപ്പിംഗ് കമ്പനി. ലോകത്തിൽ പ്രവർത്തിക്കുന്ന MSC മാസ്ക് പോലെ 6ാമത്തെ ഷിപ്പിംഗ് കമ്പനിയാണ് വൺ. അവരെന്ത് ചെയ്യുന്നു? വൺ ഈസ് ഓൾറെഡി ആക്റ്റീവ് ഇൻ ദ പോർട്ട് ബിസിനസ് ഇൻ ദ USA, ഇന്തോനേഷ്യ ആൻഡ് യൂറോപ്പ് ലാർജസ്റ്റ് സീപോർട്ട് റോട്ടർഡാം. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും അവർ ടെർമിനലുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ലൈക്ക് അമേരിക്ക, ഇന്തോനേഷ്യ, റോട്ടർഡാം പോലുള്ള പ്രദേശങ്ങളിലൊക്കെ അവര് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. നൗ ഇറ്റ് ഈസ് ടേക്കിംഗ് എ സ്റ്റെപ്പ് ടുവേർഡ്സ് സൗത്ത് കൊറിയ, സ്പെസിഫിക്കലി ബുസാൻ. അപ്പൊ ലോകത്തിലുള്ള പല പോർട്ടുകളുടെ ഒടുവിൽ ഇപ്പോൾ അവർ കൊറിയയിലെ ബുസാനിൽ ഒരു ജോയിന്റ് വെഞ്ചറായിട്ട് അവിടെ ഒരു ടെർമിനലിന്റെ നിർമ്മാണം ആരംഭിക്കുവാൻ പോവുകയാണ്. എന്താണ് ആ പ്രൊജക്ടിന്റെ ഡീറ്റെയിൽസ്? അവിടെ നമുക്കെന്താണ് റോൾ, നമുക്കെന്താണ് പ്രത്യേകത? ദി കണ്ടെയ്നർ ഷിപ്പിംഗ് JV വൺ ഈസ് ഇൻവെസ്റ്റിംഗ് ഇൻ സൗത്ത് കൊറിയാസ് ഫസ്റ്റ് ഫുള്ളി ഓട്ടോമേറ്റഡ് കണ്ടെയ്നർ ടെർമിനൽ. അപ്പൊ നമ്മുടേതറിയാലോ, സെമി ഓട്ടോമേറ്റഡ് ആണ്. സൗത്ത് കൊറിയയിലെ ആദ്യത്തെ ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ടെർമിനലാണ്. അപ്പൊ അങ്ങനെ ഒരു ടെർമിനലില് ജപ്പാനിലേതാണ് ഈ വൺ എന്ന് പറയുന്നത്. 3 കമ്പനികളുടെ കൺസോർഷ്യമാണ്. MOL, K-Line തുടങ്ങിയ 3 കമ്പനികളുടെ കൺസോർഷ്യമാണ് വൺ. അവരുടെ ആസ്ഥാനം സിംഗപ്പൂരാണ്. ജാപ്പനീസ് കമ്പനികളാണ് ഉടമസ്ഥരെങ്കിലും ആസ്ഥാനം സിംഗപ്പൂരാണ്. അവര് കൊറിയയിൽ ഒരു പുതിയ വെഞ്ചറിന് തുടക്കമിടുന്നു. വണ്ണിന്റെ കൊറിയയിലെ പാർട്ട്ണർ, ആ കമ്പനിയുടെ പേര് ഡോങ്വോൺ എന്നാണ്. ഡോങ്വോൺ ഗ്ലോബൽ ടെർമിനൽ ഈ സൗത്ത് കൊറിയാസ് ഫസ്റ്റ് ഫുള്ളി ഓട്ടോമേറ്റഡ് കണ്ടെയ്നർ ടെർമിനൽ ഇൻ ബുസാൻ. ഇപ്പൊ ബുസാനുമായിട്ട് TRVക്ക് ഒരു ആത്മബന്ധമുണ്ടെന്ന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു. ആ ബുസാനിൽ തന്നെയുള്ള ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള കണ്ടെയ്നർ ടെർമിനലാണ് ഈ പറയുന്ന ഡോങ്വോൺ ഗ്ലോബൽ ടെർമിനൽ ഇൻ സൗത്ത് കൊറിയ. ഇനി എന്താണ് ഈ ഡോങ്വോൺ? ദി ഡോങ്വോൺ ഗ്രൂപ്പ് ഈസ് ഓൾറെഡി ഇൻവോൾവ് ഇൻ ദ പ്രോജക്ട്. ഈ പ്രോജക്റ്റിൽ അവർക്ക് നേരത്തെ തന്നെ ബന്ധമുണ്ട്. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് ഫിഷിംഗ് കമ്പനി ഇൻ ദ കൺട്രി. അതാണ് നമ്മുടെ ഏറ്റവും ഒടുവിലത്തെ താല്പര്യം.
ഇറ്റ് ഇസ് ദ ലാർജസ്റ്റ് ഫിഷിംഗ് കമ്പനി ഇൻ ദ കൺട്രി ആൻഡ് വാണ്ട്സ് ടു സെക്യൂർ ഷിപ്പിംഗ് കപ്പാസിറ്റി ഇൻ ദിസ് വേ. ഇവര് മത്സ്യമേഖലയിലെ കൊറിയയിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ഫിഷിംഗ് കമ്പനിയാണ്. അവർക്ക് അതിനു പുറമെ കപ്പൽ മേഖലയിൽ ഒരു സ്ഥാനം നേടിയെടുക്കാനാണ് വൺ എന്ന് പറയുന്ന ലോകത്തിലെ ആറാമത്തെ കപ്പൽ കമ്പനിയുമായിട്ട് അവര് ബന്ധമുണ്ടാക്കി ഒരു ജോയിന്റ് വെഞ്ചറിന് തുടക്കമിടുന്നത്. അപ്പൊ നമ്മുടെ താല്പര്യം എന്താണ്? നമ്മുടെ മത്സ്യത്തൊഴിലാളികൾക്ക് നമ്മുടെ തുറമുഖം കൊണ്ട് നേരിട്ട് പ്രയോജനം ഉണ്ടാകണം. ഇൻഡയറക്റ്റ് ആയിട്ടാണ് ഇപ്പോൾ പ്രയോജനമെങ്കിൽ നേരിട്ട് പ്രയോജനം വരുന്ന തരത്തിൽ അവരെ കൂടി ഈ പ്രൊജക്ടിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആക്കി മാറ്റണം. നമ്മുടെ തുറമുഖത്തിന്റെ 5.7 മില്യൺ എന്ന് പറയുന്ന കപ്പാസിറ്റി ഇന്ന് തെക്കോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ബർത്തിന്റെ നീളം 2000 മീറ്ററും ബ്രേക്ക് വാട്ടറിന്റെ ആകെ നീളം 4000 മീറ്ററുമായിട്ട് ആഴിമല ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഈ പ്രൊജക്ട് അവസാനിക്കുകയാണ്. അത് 5.7 മില്യൺ 57 ലക്ഷം കണ്ടെയ്നർ എന്ന് പറഞ്ഞ കപ്പാസിറ്റി അവിടെ തീരുന്നു. അതാണ് കേരള ഗവൺമെന്റും അദാനി ഗ്രൂപ്പും തമ്മിലുള്ള കരാർ. അപ്പൊ ഈ 2028 അതിന്റെ പ്രവർത്തനം തുടങ്ങും. 2028 കഴിയുമ്പോൾ എന്ത് ചെയ്യും? അവിടെയാണ് വൺ ആൻഡ് ഡോങ്വോൺ ഗ്രൂപ്പിനെ നമ്മൾ ക്ഷണിച്ച് ഇവിടെ കൊണ്ടുവരേണ്ടത്. കാരണം എന്താണ്? വൺ എന്ന് പറയുന്ന കമ്പനി ആഗോള ഷിപ്പിംഗ് രംഗത്ത് ടെർമിനൽ ഓപ്പറേറ്റേഴ്സ് ആണ്. സ്വന്തമായ കപ്പലുകളുണ്ട്, സ്വന്തമായ കണ്ടെയ്നറുകളുണ്ട്, അവരുടെ കളറുണ്ട് പിങ്ക്. വളരെ മനോഹരമായ കളറിലാണ് അവരുടെ കപ്പലും കണ്ടെയ്നറുകളും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. ആ ഒരു ജാപ്പനീസ് കമ്പനി ഇന്ത്യയും ജപ്പാനുമായിട്ട് വളരെ നല്ല സൗഹാർദ്ദ ബന്ധമാണുള്ളത്. ആ ഒരു ബന്ധം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ കൊറിയയിലെ ഈ ജെവി വൺ ഡോങ്വോൺ ഗ്രൂപ്പിനെ നമ്മൾ TRVയിലോട്ട് കൊണ്ടുവരണം. കൊണ്ടുവന്നിട്ട് ഇപ്പോഴുള്ള ബ്രേക്ക് വാട്ടറിന്റെ പടിഞ്ഞാറ് നമ്മൾ സ്വപ്നം കാണുന്ന 10 കോടി കണ്ടെയ്നർ എന്ന് പറയുന്ന വലിയ ഒരു ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതിയുടെ നിർമ്മാണ ചുമതലയും നടത്തിപ്പ് ചുമതലയും ഏറ്റെടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യമാണ് നമ്മൾ അവരോട് ചോദിക്കേണ്ടത്. അതിന് in view of Busan's importance as a major transshipment and regional gateway, the new partnership should enable one to optimize the flow of goods and make transshipment process more efficient. ഇപ്പൊ ട്രാൻസ്ഷിപ്മെന്റ് രംഗത്ത് നമുക്ക് അവരെ ഇനി പഠിപ്പിക്കേണ്ട കാര്യമില്ല. ലോകത്തിലെ പല പോർട്ടുകളും ഓപ്പറേറ്റ് ചെയ്യുന്ന തരത്തിൽ അക്കാര്യത്തിൽ ഒരു ലീഡിംഗ് കപ്പൽ കമ്പനിയാണ്. ഫിഷറീസ് മേഖലയിലെ ഒരു ജയന്റാണ്, സൗത്ത് കൊറിയയിലെ ജയന്റാണ് ഈ പറയുന്ന ഡോങ്വോൺ. നമ്മുടെ ഈ പോർട്ടിന്റെ കരാറിൽ ഒരു ഫിഷിംഗ് തുറമുഖം കൂടി ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നുള്ള ബ്രേക്ക് വാട്ടറിന്റെ വടക്കുവശത്ത്, ഫിഷിംഗ് ഹാർബറിന്റെ തെക്കുവശത്ത്, കണ്ടെയ്നർ ടെർമിനലിന്റെയും ഫിഷിംഗ് ഹാർബറിന്റെയും നടുവിലുള്ള ഏകദേശം 500 മീറ്റർ കടൽത്തീരമുള്ള വലിയ കടപ്പുറം എന്നറിയപ്പെടുന്ന ആ പ്രദേശത്ത് ഒന്നാം തരം ഒരു ഫിഷിംഗ് ഹാർബർ നിർമ്മിച്ച് ആധുനിക ഫിഷിംഗ് വെസലുകൾ, നിലവിലുള്ള ഔട്ട്ബോർഡ് എഞ്ചിനല്ല, ആധുനിക ഫിഷിംഗ് വെസൽ കൊണ്ടുവന്ന് ഉൾക്കടൽ മത്സ്യബന്ധനത്തിൽ നമ്മുടെ മത്സ്യത്തൊഴിലാളികളെയും ചെറുപ്പക്കാരെയും വഴിതിരിച്ചു വിട്ടുകൊണ്ട് അവരെ കൂടി ഈ പോർട്ടിന്റെ പ്രവർത്തനത്തിൽ മെച്ചമുണ്ടാക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയാൽ ഇന്ന് അല്പമെങ്കിലും നമ്മൾ കാണപ്പെടുന്ന എതിർപ്പ് പൂർണ്ണമായും ഇല്ലാതാക്കുവാനും ഈ പോർട്ടിന്റെ വക്താക്കളാക്കി തലസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികളെ മാറ്റാനും കഴിയുന്നതാണ് ഈ പറയുന്ന ജെവിയെ ഇങ്ങോട്ട് ക്ഷണിച്ചു കൊണ്ടുവരുന്നതിലൂടെ നമുക്ക് സാധിച്ചെടുക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ മത്സ്യത്തൊഴിലാളികൾ എന്ന് പറയുന്ന വിഭാഗത്തിനും ആധുനിക ലോകത്ത് പോർട്ട് ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ് നമ്മുടെ പണ്ട് മുതലേ ഉള്ള ദർശനവും കാഴ്ചപ്പാടും. ജനങ്ങളോട് സംവദിച്ചതും അങ്ങനെയൊക്കെ തന്നെയാണ്. തുറമുഖം വരുമ്പോൾ അത്യന്താധുനിക രീതിയിലുള്ള മത്സ്യബന്ധന മേഖലയിലോട്ട് കടക്കാൻ നമ്മളെ പോർട്ട് സഹായിക്കും എന്ന് പറഞ്ഞത് യാഥാർത്ഥ്യമാക്കി എടുക്കാൻ കഴിയുന്നതാണ് ഈ പറയുന്ന വൺ ഡോങ്വോൺ ഗ്രൂപ്പിന്റെ ഇങ്ങോട്ട് ക്ഷണിച്ചു കൊണ്ടുവന്നാൽ നമുക്കുള്ള നേട്ടം. അവർക്ക് താല്പര്യമില്ലെങ്കിൽ അതുപോലെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന മറ്റ് നിരവധി കമ്പനികളുണ്ട്, നമുക്ക് അവരെ കൊണ്ടുവരാൻ കഴിയും. എന്തായാലും 2028 കഴിയുമ്പോൾ നമ്മൾ എങ്ങോട്ടാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് വളരെ ഗൗരവമായ ചർച്ചകൾക്ക് തുടക്കം കുറിക്കേണ്ട സമയം സംജാതമായി. അത് പുതിയ സർക്കാരിന്റെ പ്രയോറിറ്റിയിൽ വരണം എന്നുള്ളതാണ് സെയിലിംഗ് കമന്ററിയുടെ ആഗ്രഹം.
ഇനിയൊരു പ്രതികരണമാണ് ഇന്നലത്തെ സെയിലിംഗ് കമന്ററിക്ക് ആഷിഖാണ് എഴുതുന്നത്. മിക്കവാറും ആ പ്രദേശത്തുള്ള പുതിയ തലമുറയിൽപ്പെട്ട ചെറുപ്പക്കാരനായിരിക്കാം. തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ അപകടകരമായ കടൽ തീരമുള്ളത് പുളിങ്കുടി ആഴിമല ഭാഗത്താണ്. അപ്പൊ അവിടുത്തെ ജോഗ്രഫി കൃത്യമായി അറിയുന്നയാളാണ്. അവിടെ എന്ത് ടൂറിസമാണ് ലേ റിസോർട്ട് മാഫിയകൾ, ഈ ലേ എന്ന് പറയുന്ന വാക്ക് പുതിയ തലമുറയുടെ വാക്കാണ്, ലേ റിസോർട്ട് മാഫിയകൾ ഉദ്ദേശിക്കുന്നത്. ആളുകൾ ചെല്ലാത്ത ഇടമായിരുന്നു ഈ പുളിങ്കുടി ക്ലിവിംഗ്ടൺ ബീച്ചൊക്കെ. ഈ റിസോർട്ട് മുതലാളിമാർ ഇത്രയും നാൾ അവിടം നിയമം ലംഘിച്ച് പ്രൈവറ്റ് ബീച്ചാക്കി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊരു പൊതു ഉടമസ്ഥതയിലുള്ള ഒരു പ്രദേശം സ്വകാര്യ ബീച്ചാക്കി വെച്ച് സ്വകാര്യ നേട്ടത്തിന് വേണ്ടി മാത്രം ഉപയോഗിച്ചിരുന്നതിന്റെ ലാഭം തുടർന്നുള്ള ദിവസങ്ങളിൽ ലഭിക്കില്ല എന്നുള്ളതാണ് ഇത്രയും വമ്പൻ പദ്ധതി കേരളത്തിനും ഇന്ത്യക്കും പ്രയോജനം ചെയ്യുന്ന ഇന്ത്യയിൽ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടിനെതിരെ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ നൽകാൻ അവരെ പ്രേരിപ്പിച്ചത്. തികച്ചും സ്വകാര്യമായ ഒരു താല്പര്യം, പൊതുജനങ്ങളുടെ താല്പര്യം എന്നുള്ള പേരിൽ കോടതിയെ പോലും വഴിതെറ്റിക്കുവാനുള്ള ശ്രമം കോടതി തിരിച്ചറിയും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ.